എല്ലാവർക്കും നമസ്കാരം ഗൈസ്. നമ്മളിന്ന് ഗ്രാനി ചാപ്റ്റർ 2-ലെ ഹെലികോപ്റ്റർ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഗെയിമിലോട്ട് കിടക്കാം. ഡേ 1 ഗൈസ്, നമ്മളങ്ങനെ എണ്ണിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ എണ്ണിക്കാം. അവിടെ നമ്മൾ എണ്ണിച്ചു. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം. ഈ ട്രിക്ക് ഉപയോഗിക്കാം. 2 വട്ടം അടിക്കണം ഗായ്സ്, 2 വട്ടം. നമുക്കിനി വേഗം ഓടാം. ഇപ്പം ഓടി വരും വാണം വിട്ടതുപോലെ. മുട്ടത്തലയും വന്ന് ഗായ്സ്, മുട്ട പോയി. ഇനി ആ ഒരു അമ്മുമ്മ വന്നില്ലല്ലോ. ഇതാ വരുന്ന അമ്മുമ്മ. ഇനി മുകളിലോട്ട് പോകാം. മുട്ടത്താഴെ അവിടെ നിന്ന് എന്തൊക്കെയാ ബഹളം വെക്കുന്നു ഗായ്സ്. ഇവിടെ എന്തുണ്ട്? ഇത് വേണം. ഇവിടെ എന്തുണ്ട്? അമ്മൂമ്മ അവിടെ നിന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് എടുക്കണം. ഇവിടെ എന്താ? ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. കൗബാറുണ്ട്. പ്ലെയറുണ്ട്. ഗൈസ്, തോക്കുണ്ട്. ഇപ്പോൾ ഗ്രാനി ഇപ്പോൾ കണ്ട ഓടി വരും. ഗൈസ്, ഗ്രാനി കാണില്ല. ഗൈസ്, ഗ്രാനിയെ കാണില്ല ഒരു വിധത്തിൽ. ഹെലികോപ്റ്റർ എസ്കേപ്പ് ആവും ചെയ്യുന്നത്. ഇവിടെ ഒരു പീസുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും നോക്കാം. ഹെലികോപ്റ്റർ കീ, ഇത് നമുക്ക് വേണം. ഈ ഹെലികോപ്റ്റർ എസ്കേപ്പ് കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഈ ഗ്രാനി ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം. ബോട്ട് കീ, ഇത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ അടിയിൽ എന്തുണ്ടോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. നമുക്കിനി ആ പീസൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് എടുത്തിടാം. ഇവിടെ എന്തുവാന്ന് നോക്കാം. നോക്കില്ല. ഫ്രഞ്ച് നമുക്കറിയാം. ഇവിടെ എന്തെങ്കിലും നോക്കാം. ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഈ പീസ് ഇങ്ങോട്ട് എടുത്തിടാം. ആ ഡോറിൻ്റെ അകത്തോട്ട് എടുത്തിടാം.
ഒരു പീസ് എടുത്തിട്ട് ഈ രണ്ടാമത്തെ പീസ് നമ്മളിങ്ങനെ എടുത്തിടണം. രണ്ടാമത്തെ പീസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്കിനി മൂന്നാമത്തെ പീസ് കണ്ടുപിടിക്കണം. അതിന് എവിടെയാണ് കട്ടിംഗ് പെയർ? ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഗ്യാസ് ഫ്യൂസ്, ഇത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഹെലികോപ്റ്റർ കീ ഇവിടെ എടുത്തിട്ടായിരുന്നല്ലേ. കബാർ എടുക്കണം, നമുക്ക് താഴോട്ട് പോകണം. അവിടെ നിന്ന് കൊടുക്കാം. റാണിയുടെ ശബ്ദം. മുട്ടത്തല എവിടെ പോയി ഗായ്സ്? മുട്ടത്തലേനെ കാണുന്നില്ല. ഗായ്സ് ഇവിടെ ഒന്നും കാണുന്നില്ല. മുട്ടത്തല മുങ്ങി തോന്നു. അതാ വരുന്നു. പെട്ടെന്ന് ചെയ്യും ഗായ്സ്. കബാർ എടുക്കാം. നമുക്ക് താഴത്ത് നോക്കാം. താഴത്ത് ഒരു പെട്ടിയുണ്ട്. അവിടെ എന്താണെന്ന് നമുക്ക് ചെന്ന് നോക്കണം. നമുക്ക് ആവശ്യമില്ല ഗായ്സ്. പീസ് കൂടി ഉണ്ട്. ഒരു പീസ് കൂടെ ഉണ്ട്. പക്ഷേ ആ പീസ് കാണുന്നില്ല. ഇവിടെയൊക്കെയാണ് വെക്കുന്നതാണ് പീസ്. പക്ഷെ കാണുന്നില്ല ഗായ്സ്. ഗായ്സ് ഉണ്ട്. നമുക്കപ്പോൾ ഇതെങ്ങനെയെങ്കിലും വെഞ്ച് മുകളിലുണ്ട് ഗായ്സ്. നമുക്കെടുത്ത് ആ ഫോട്ടോ അങ്ങ് എടുക്കണം.
വെട്ടിയിട്ട റബ്ബർ കിടക്കുന്ന പോലെ ഉണ്ട്. റബ്ബർ എന്ന് ഉദ്ദേശിച്ച മറ്റേ റബ്ബർ മരമാണ്, അത് മായ്ക്കുന്ന റബ്ബറല്ല. ഇനി നമുക്ക് എന്നിട്ട് നമുക്ക് ആ തോക്കെടുത്ത് മറ്റേ ഇവനെ ഒന്ന് വെടിവെച്ച് നോക്കാം. ഒന്ന് വെടിവെച്ച് നോക്കാം അവനെ. പക്ഷെ കളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഇവൻ ഇത് വെച്ച് വെടിവെച്ചിട്ടില്ല. ഈ തോക്ക് ഈ കണ്ണ്, അതായത് മറ്റേ കണ്ണ് വെച്ച് ഒരു വെട്ടം വെടിവെച്ചിട്ടുണ്ട്. കാണുന്നില്ല. സേഫ്റ്റി ഇത് കാണാനില്ല. ആ കണ്ണ് വെച്ച് വെടിവെക്കുന്നതൊക്കെ ഒരു എളുപ്പ വഴിക്കാണ് ഗൈസ്. പിക്ചർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ തോക്ക് എടുക്കണം, അതാവശ്യമാണ്. കടത്തുണ്ടോ? ചിലന്തിയെ കൊല്ലിട്ട് ചിലന്തി കിടക്കുന്നവരുണ്ട്. എന്തായാലും അത് കാണുന്നില്ല. നമുക്ക് ഈ കൊണ്ടൊന്ന് വെച്ച് നോക്കാം. ഇവിടെ ഈ സേഫ്റ്റി കൊണ്ടുവച്ചിട്ട് തുറക്കാം. ഇത് അവിടെ കൊണ്ടുവച്ച് തുറന്ന് നോക്കാം. അവിടെ എന്തുവാന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്യാസ് ഇത് അത്യാവശ്യമാണ് ഗായ്സ്, ഇത് അത്യാവശ്യമാണ്. അത് ഞാൻ കണ്ടില്ല പെട്ടെന്ന്. അപ്പോൾ ഗ്രാനി ഒരു നശിച്ചതാണ് ഗായ്സ്, നശിച്ചത്. അവരങ്ങനെ എല്ലാവരെയും കൊല്ലും ഗായ്സ്. ഗ്രാനി 3-ലൊക്കെ ആണെങ്കിൽ ഇവരാണെങ്കിൽ ആരെയൊക്കെയോ കൊണ്ടിട്ട് അവിടെ അസ്ഥികളൊക്കെ കിടപ്പുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഗ്രാനി ഗ്രാൻഡൊക്കെ നശിച്ചവരാണെന്ന്. പക്ഷെ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെട്ടിരിക്കും, നമ്മൾ രക്ഷപ്പെടുത്തും. ഇവിടെ ഇത് കാണുന്നില്ല ഗായ്സ്. എൻ്റെ ഗായ്സ് പിന്നെ അത് കാണുന്നില്ല. എന്തായാലും രക്ഷപ്പെടും ഗായ്സ്, രക്ഷപ്പെടും. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് ചിലയിടത്ത് ഞാൻ അവിടെ നിന്ന് നോക്കി നടന്നത്. നമുക്കിവിടെ ആൾക്കാരെ കൂട്ടാം. അപ്പം നമുക്ക് നോക്കാം. അത് ആരാ ഉണ്ടാക്കിയേ? അത് വല്ലാത്തൊരു ശബ്ദം.
I see you. നമുക്ക് വെടി പൊട്ടിക്കണം. അത് നമ്മൾ പൊട്ടിക്കും. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വെടി വെക്കാനായിട്ട് അവിടെ ചെന്നിരുന്ന് ഉന്നം പിടിക്കാനായിട്ട് ഇരുന്നതായിരുന്നു ഗായ്സ്. അവിടെ വന്നിരുന്നു ഗായ്സ്. അതൊരു വല്ലാത്തതാണ്. നമ്മൾ 2 വെടി പൊട്ടിക്കും. ഇതിന് പ്രതികാരമായിട്ട് നമ്മൾ 2 വെടി പൊട്ടിച്ചിരിക്കും ഗായ്സ്, അല്ലെങ്കിൽ പൊട്ടിക്കും ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് വേഗം ആ ഗണ്ണെടുത്ത് 2 എണ്ണം പൊട്ടിക്കണം ഗായ്സ്. അപ്പം നമുക്ക് ആ ഗണ്ണെടുത്ത് 2 പേർക്കൊന്ന് കൊടുക്കണം. നമ്മുടെ പ്രതികാരമാണ് ഗായ്സ്, പ്രതികാരം. ഗായ്സ് അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻറ്റ് വന്ന് കയറുന്ന ഇവർ 2 പേരും ഒരു ഇതാണ്. ആ തോക്ക് കിട്ടിയതായിരുന്നു ഗായ്സ്, എടുക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു. ഇനി കണ്ട് നമുക്കിനി കെയർഫുള്ളായിട്ട് ചെയ്യണം. എന്നിട്ട് ആ ഗണ്ണ് കിട്ടുമ്പോൾ നമ്മളെ പ്രതികാരം നമ്മൾ അടക്കും. പഴയ പോലെ ചെയ്യാം. ആ ഗണ്ണ് വേഗം 2 എണ്ണത്തിനും പൊട്ടിക്കണം. ഗണ്ണിൻ്റെ ബാക്കി വിളിക്കൊണ്ടായിരുന്നു. അതന്നെയാണ് ഇതൊക്കെ ഓരോ ഭാഗങ്ങളുണ്ട് ഗായ്സ്. മുട്ടതാ പോകുന്നു ഗായ്സ്, മുട്ടതാ പോകുന്നു. അമ്മൂമ്മ അതാ ഗായ്സ് മുട്ടയുടെ കുറേ വാണം മുട്ടത് പോലെ പോകുന്നുണ്ട്. നമുക്ക് ആ തോക്കെടുത്ത് 2 എണ്ണം പൊട്ടിക്കണം. എന്നാലേ സമാധാനത്തുള്ളൂ ഗായ്സ്. എന്നാലേ സമാധാനമാകത്തോളൂ. നമ്മുടെ പ്രതികാരമാണ്. നമ്മൾ പ്രതികാരം കളിക്കണം അല്ലേ? കളിപ്പിക്കാം ഗായ്സ്. നമ്മൾ ഇവരൊക്കെ കളിപ്പിക്കും. കണ്ടോ ഗായ്സ്, നമ്മൾ 2 എണ്ണത്തിനും കൊന്ന്. കടത്തുണ്ടോ? ചവിട്ടും ഞാൻ. ആ മുട്ടത്തലയും ഇച്ചിരി പശക്കാണ്. ഗ്രാനി ത്രീയിലൊക്കെ മുട്ടത്തലയും ഇച്ചിരി പശക്കാണ് ഗായ്സ്, പശക്ക. ടാപ്പി തള്ളിയിടാൻ പറ്റുമോ ഗായ്സ്? തള്ളിയിടാനൊന്നും പറ്റത്തില്ല. എന്താ ഗായ്സ്, കമ്പം പിടിച്ച് കിടക്കുക. നല്ല സ്റ്റൈലായിട്ടാണ് കിടക്കുന്നത്. അതിലോരും കുറച്ച് സ്റ്റൈലാണ്. നമുക്കിനി 2 എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് മുകളിലോട്ട് പോകണം. ഓരോന്നായിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം. നമുക്ക് ആദ്യം ഈ പീസുകൾ മുകളിലോട്ട് കൊണ്ടുപോകണം. വീണ്ടും എണ്ണിക്കണം. ഓരോ പീസായിട്ട് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകണം. എടുക്കും ഗായ്സ്, എല്ലാം ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇത് ഓരോന്നായിട്ട് കൊണ്ടുപോകണം. 2 എണ്ണം കൊണ്ടുപോകാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ഇറങ്ങുന്നു. ഈ ചെയിൻ കട്ടർ നമുക്ക് ഫീസ് എടുക്കാം. ഗ്ലാസ് ഫീസ് മുകളിലോട്ട് എടുക്കാം. ഈ ചെയിൻ കട്ടർ ാണ് എടുക്കുന്നത്. വീണ്ടും ഇനി ആ ചെയിൻ എടുക്കണ്ട. നമുക്ക് വേണ്ടത് ഇതെടുക്കണം. ഫസ്റ്റ് ടേപ്പ് എടുത്തിട്ട് ഇത് മുകളിലോട്ട് കൊണ്ടുപോകണം. ഈ 2 കായോടെ ഉണ്ട് ഗായ്സ്. തോക്കൂടെ എടുത്താൽ മതി. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. തൊണ്ട ഉണ്ട് ഗായ്സ്. കൊണ്ട് വന്നിട്ട് നമുക്ക് ഓടിയണം.
CCTV ക്യാമറ നോക്കാം ആര് വിളിച്ചിട്ടുണ്ടോയെന്ന്. ഇതുവരെ കാണുന്നില്ല. ക്യാമറയുടെ മുന്നിൽ പെടാതെ വരുവാകും. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പിക്ചർ നമ്മുടെ മുട്ടയുടെ പിക്ചർ ഇവിടെ ഇങ്ങോട്ട് വയ്ക്കണം. നമുക്ക് അടുത്ത മുട്ടയുടെ പിക്ചർ വയ്ക്കണം. അത് താണ്ട ഇത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വയ്ക്കണം. എനിക്ക് വീണ്ടും ഒരു മുട്ടയുടെ പിക്ചർ വേണം. നമ്മുടെ മുട്ടയാണ് ഈ മുട്ട, അതായത് ഗ്രാമ്പ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്താവും ഇവർ വന്ന് ആക്രമിക്കുന്നത്. ഗ്രാനി 3-ലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിൽ പോകുമ്പോഴാവും ഈ മുട്ട വന്ന് നമ്മളെ കൊല്ലുന്നത്. അതിന് വേണം തോക്കെടുത്ത് ഇതാദ്യം ചെയ്യണം. നമുക്ക് തോക്കെടുക്കാം. എന്നിട്ട് ഉന്നം വെക്കണം. അത് പറ്റിയില്ല. എനിക്ക് ഉണ്ടയില്ല ഗൈസ്. ഇവിടെ വരട്ടെ, ഇവരോട് വരട്ടെ ഗൈസ്. അത് അങ്ങോട്ടാണല്ലോ വരുന്നത്. നമ്മുടെ ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ നടക്കുമ്പോൾ അവിടെ വീഴും. ഇനി നമുക്ക് നേരെ പോകാം. നമ്മളങ്ങനെ ഹെലികോപ്റ്റർ എത്തി. ഇനി നമുക്കിവിടെ വന്നത് തുറക്കണം. ഇവിടെ ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് ഗായ്സ്. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഹാൻഡ് വീല്, നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം എടുക്കണം. നമ്മുടെ ഡസ്റ്റ് ടേപ്പ് എടുത്തുകൊണ്ട് വന്ന് നമുക്കിത് ഒട്ടിക്കണം. അത് ഒട്ടിച്ചിട്ടുണ്ട്. ഫാനെടുത്ത് നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണം. ഈ ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ തന്നെ നശിച്ചു പോകും. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് ഹെലികോപ്റ്റർ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ഇട്ടണം. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് തന്നാൽ മതി. നമുക്കങ്ങനെ ഹെലികോപ്റ്റർ എടുക്കാം ഗൈസ്. നമ്മൾ ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ മുട്ടയും ആ അമ്മൂമ്മയും വരും ഗൈസ്. നമുക്കെടുക്കാം ഹെലികോപ്റ്റർ. ഗ്രാനിയും ഗ്രാമ്പയൊക്കെ വന്നിരിക്കും ഗൈസ്. നമ്മളെ ഹെലികോപ്റ്റർ എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഹെലികോപ്റ്റർ രക്ഷപ്പെടുന്നത് ഗൈസ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.